നമസ്കാരം. ഫെബ്രുവരി 3 ശനിയാഴ്ചയായ ഇന്ന് തുലാം രാശിക്ക് ശേഷം ചന്ദ്രൻ വൃശ്ചിക രാശിയിലേക്ക് കടക്കാൻ പോകുന്നു. കൂടാതെ ഇന്ന് മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി കൂടിയാകുന്നു. ഈ ദിവസം വൃദ്ധിയോഗം, ലക്ഷ്മി നാരായണ യോഗം, വിശാഖ നക്ഷത്രം എന്നിവയുടെ യാദൃശ്ചികത കൂടി ഉള്ളതിനാൽ ഇന്നത്തെ പ്രാധാന്യം കൂടി വർദ്ധിക്കുന്നതാകുന്നു. ഇത്തരത്തിൽ നോക്കുകയാണ് എങ്കിൽ ശനിദേവന്റെ കടാക്ഷത്താൽ കൂടി ചില നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഈ മാസം ഇത്തരത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രക്കാർ അഥവാ ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്നും ഈ രാശിക്കാർക്ക് ഭഗവാന്റെ കൃപയാൽ, അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ സൗഭാഗ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. അഥവാ ഫെബ്രുവരി 3 ഇന്നു മുതൽ ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. മേടം രാശിക്കാർക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുവാനുള്ള അവസരം തന്നെയാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. എന്നാൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തേണ്ടതായി വരും. നിങ്ങളുടെ മനോവീര്യം വർദ്ധിക്കുന്ന അല്ലെങ്കിൽ ശുഭകരമായി തീരുന്ന അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജോലികൾ വേഗത്തിൽ തന്നെ പുരോഗമിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ശനിദേവന്റെ കൃപയാൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ജോലിയിൽ തുടരുന്ന വ്യക്തികൾക്ക് അഥവാ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ, ജോലിയിൽ ഉയർച്ച നേടുക, സാമ്പത്തികപരമായ അല്പം നേട്ടങ്ങൾ വന്നു ചേരുക, അത്തരം കാര്യങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കൂടാതെ ഏവരിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു. നിങ്ങൾക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും അനുകൂലമായ കാര്യമായി തന്നെ പറയാം. ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ അഥവാ നിങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതും ഏറ്റവും ശുഭകരമായ ഫലം തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. മിഥുനം രാശിക്കാർക്ക് ഈ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ മുന്നോട്ടു പോകുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കും എന്ന പ്രധാനപ്പെട്ട കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും വന്ന് ഭവിക്കുന്നതാകുന്നു. അത് നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സഹായകരമായി തീരും, അല്ലെങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് അത് സഹായകരമായി തീരും എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങളുടെ സാമൂഹികപരമായ പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന അവസരങ്ങളും വന്നു ചേരും. വീട്ടിൽ ചില മംഗളകരമായ കാര്യങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ശനിദേവന്റെ കടാക്ഷം കൂടി നിങ്ങൾക്ക് ഉള്ളതിനാൽ തീർച്ചയായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് വിചാരിച്ച ചില അവസരങ്ങൾ വന്നു ചേരുക, അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ സാധിക്കും. ഈ സമയം അല്പം ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അത് ഉയർച്ച നേടുവാനുള്ള വഴികളായി മാറും. അത്തരത്തിൽ ശനിദേവന്റെ കടാക്ഷത്താൽ ഈ മാസം ഇവർക്ക്, ഈ രാശിക്കാർക്ക് അനുകൂലമായ ഫലമാണ് ഫെബ്രുവരി 3 മുതൽ, അതായത് ഇന്ന് മുതൽ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം.
മറ്റൊരു രാശി കന്നിരാശിയാകുന്നു. കന്നിരാശിക്കാർക്ക് ഫെബ്രുവരി 3 ഇന്ന് മുതൽ ഭഗവാന്റെ സാക്ഷാൽ ശനിദേവന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഭഗവാന്റെ കടാക്ഷത്താൽ വ്യത്യസ്തമായ സ്ഥാനം അത് നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ തന്നെ സാധിക്കും. നിങ്ങൾക്ക് അനുകൂലം എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനും ആ കാര്യങ്ങളിൽ ഇരട്ടി നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും എന്ന് തന്നെ പറയാം. നിയമപരമായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് അനുകൂലമായ സമയം തന്നെയാണ് ഇത്. കൂടാതെ സ്വാധീനമുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും മുൻപിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും ഉയർച്ച നേടുവാൻ സാധിക്കുക, അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചില തർക്കങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കും. വ്യക്തിബന്ധങ്ങളിൽ വളരെയധികം പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ചില അപകടകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ആ അപകടകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ സാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ വിലക്കും എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികളോടൊപ്പം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പം പുറത്തു പോകുവാൻ അത്തരത്തിൽ ഉല്ലാസകരമായ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കുടുംബ അന്തരീക്ഷം കുറച്ചുകൂടി അനുകൂലമാക്കി തീർക്കുവാൻ കുറച്ച് പ്രശ്നങ്ങൾ അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ, പ്രത്യേകിച്ചും ഐക്യമില്ലായ്മ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഈ പരാമർശിച്ചിരിക്കുന്നത് എല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും ജനനസമയപ്രകാരം, ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാണ്. തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാണ്.